പി.കെ. ശ്രീമതിയെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിലക്കി പിണറായി വിജയൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. കേന്ദ്ര കമ്മിറ്റി ശ്രീമതിക്ക് പ്രായപരിധി ഇളവ് അനുവദിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇളവൊന്നും നൽകിയിട്ടില്ലെന്ന് ശ്രീമതിയോട് പിണറായി അറിയിച്ചു. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, ഒരു സ്വാഭാവിക നടപടിക്രമം അതൊന്ന് ഓർമ്മിപ്പിച്ചു പിണറായി എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതിയോ? അത്ര ചെറുതായിട്ട് കാണുന്നതിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് സൈഫുദ്ദീൻ. കാരണം സാധാരണഗതിയിൽ അങ്ങനെ ഒരു വിലക്ക് ഇംപ്ലിമെന്റ് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ഒരു CB അംഗം നൽകുക എന്ന് പറയുമ്പോൾ അതിനൊരു അസാധാരണ സ്വഭാവം കാണുന്നുണ്ട്. 19-ാം തീയതി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് സ്വീകരിച്ചത്. യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ പി.കെ. ശ്രീമതി ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇളവ് സംസ്ഥാനത്ത് നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറിയോ അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയോ ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പി.കെ. ശ്രീമതി പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രി നിലപാട് ആവർത്തിക്കുകയായിരുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പി.കെ. ശ്രീമതി ഒഴിവാക്കിയിരുന്നു. എന്നാൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവെന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ പി.കെ. ശ്രീമതിക്ക് പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകി. കേരള ഘടകം ഇപ്പോൾ പറയുന്നത് സംസ്ഥാനത്ത് ഇളവ് നൽകാതിരുന്നത് സംസ്ഥാനത്തെ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കേന്ദ്ര കമ്മിറ്റി ഇളവ് നൽകിയത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ്. അതുകൊണ്ട് ഇളവ് ഇവിടെ ബാധകമല്ല, ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ഇളവ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. മറ്റു നേതാക്കന്മാരാരും തന്നെ ആ യോഗത്തിൽ മറ്റ് മറുത്തൊരക്ഷരം പറഞ്ഞതുമില്ല.